ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്തോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. ഇനി അങ്ങോട്ട് ഇതാണ് സ്ലൈഡിങ് ഡോറാണ്. ഇത് തുറന്ന് കയറുന്ന ഉടനെ നമ്മളെ മോഹൻലാലിൻ്റെ പടത്തിലണക്ക് ഇവിടം സ്വർഗം എന്ന് പറയുന്ന പോലുള്ള പച്ചക്കറി കൃഷിയാണ്. അപ്പം നമ്മൾ ഇവിടെ സ്വർഗത്തിലോട്ട് കയറുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. നമുക്ക് ഇവിടെ തുടങ്ങാം. ഇത് നല്ല മധുരമുള്ള മത്തനാണ്, ചെറുതാണ്. ഇത് കറക്റ്റ് മഞ്ഞ കളറിൽ വരും, മഞ്ഞ കളർ. ഇതിപ്പോൾ തീരെ ചെറുതാണ്, നല്ല കടും മഞ്ഞ കളറിൽ വരും ഈ മത്തൻ. നമ്മളെ നാട്ടിൽ അതേ മത്തൻ തന്നെ, അതേപോലെ ഇരിക്കും. പക്ഷെ ഭയങ്കര മധുരമാണ്. ഭയങ്കര മധുരമെന്ന് വെച്ചാൽ ഭയങ്കര മധുരമാണ്. ഒരുപാട് നിൽപ്പുണ്ടത്. പക്ഷെ ഇതിൻ്റെ വലുതുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. സ്വീറ്റ് മത്തനാണ്. നല്ല മധുരമാണ്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. തണുപ്പും ഒക്കെ ആയിട്ട് കഴിക്കുമ്പം നമുക്കത് അങ്ങ് പോവാം. മത്തൻ്റെത് നോക്കാം, വലുത് ഏതെങ്കിലും ഉണ്ടോ. എല്ലാം ചെറുതാണ്. വലുത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു ടൈമിൽ അവർ ചെയ്തിട്ടോ. ഇതിൽ വലുത് കാണാൻ ചാൻസ് ഇല്ല. നമുക്കത് ഉണ്ടോ എന്ന് നോക്കാം. എവിടെയെങ്കിലും ഒരെണ്ണം കാണും, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോഴത്തെ വീഡിയോയുടെ ലെങ്ത് കൂടും. കാര്യം ബാക്കിയുള്ളതും കൂടെ നമുക്ക് കാണിക്കാനുള്ളതാണ്. അവിടെ ഒരു മഞ്ഞ കളർ പോലെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇല്ല, എല്ലാം ചെറുത്. അവിടെയൊക്കെ ചെറുതേ ഉള്ളതൊക്കെ. അപ്പോഴും നമുക്ക് ഇതിപ്പോൾ മത്തൻ്റെത് കഴിഞ്ഞു. അടുത്ത ഇത് വെള്ളരി. ഇതെല്ലാം വെള്ളരിയാണ്. ഇത് ചെറുതിലും അത് പിടിച്ചു, ഇത്ര ചെറിയ തൈയിലും അത് പിടിക്കുന്നുണ്ടത്. എല്ലാം വെള്ളരിയാണ്. ഫുള്ള് വെള്ളരിയാണ് നട്ടിരിക്കുന്നത്. ഇവിടെ ഇത് ഇവർക്ക് കച്ചവടത്തിനുള്ളതൊന്നുമല്ല. ഇവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഓണർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരെ ഫാമിലി മാത്രം കഴിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടിരിക്കുന്നത്. പൈസയുടെ കഴപ്പാണ്. ബാറുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് എനിക്ക് തോന്നുന്ന ഒരു 100-300 ഏക്കറിൽ പുറത്ത് വരുന്നൊരു സ്ഥലമാണ്. അതിൽ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ ഫ്രണ്ട്സ് ഫോറിൻ നിന്ന് കുറേ ഫ്രണ്ട്സ് വരും. മിക്ക മാസവും ഇവർക്ക് ഇവിടെ പാർട്ടി. അതാണ്ട് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പാർട്ടിയാണ്. മാസം പാർട്ടി വെച്ചില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ല. ഇത് സലാഡിന് വേണ്ടിയുള്ളതാണിത്. ഈ കാണുന്ന എല്ലാം സലാഡിൻ്റെതാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് പറഞ്ഞ് കമൻറ്റ് ഇടണം. കഴിക്കുന്നതായിരിക്കും, അല്ലാതെ ഇവിടെ ഇത്രയും ഫുള്ള് നെറ്റിട്ടിട്ട് ഇവരെന്തായാലും കഴിക്കുന്ന ആരെല്ലാം ചെയ്തിടും. ഇത് കഴിക്കുന്നതായിരിക്കും, എന്തെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ഇടുക. ഇതാണ് സംഭവം. മല്ലിയില. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതും എന്തെങ്കിലും കഴിക്കാനുള്ളതായിരിക്കും, അല്ലാതെ ഇവരിവിടെ നടത്തില്ല. ഈ സൈഡ് ഫുള്ള് മല്ലിയില, പക്ഷേ പോകാനുള്ള സ്പേസ് ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഇറച്ചിയാണ്, അതും പോർക്ക്. അതിൻ്റെ കൂടെ ഇതുകൂടെ തിന്നാണ്. നമ്മൾ ചോറുമായിട്ട് കഴിക്കുന്നെങ്കിൽ അവർ ഇതുമായിട്ട് കഴിക്കും. അമ്മാതിരിയുള്ള ആൾക്കാരാണ്. മല്ലി വയ്ക്കാറുള്ളൂ. ഫുള്ള് നെറ്റാണ് അടിച്ചിട്ടിരിക്കുന്നത്. കാണാൻ ഫുള്ള് നെറ്റാണ്. ഒരു വണ്ടോ ഒന്നും ഇതിൽ കയറാതിരിക്കാൻ കണക്കാക്കിയുള്ള സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ്, അവരുടെ ഫാമിലിക്ക് മാത്രം വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലണക്ക് 4-5 പേരൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് അംഗങ്ങളുണ്ട്. ഇനിയാണ് നിങ്ങൾക്കൊരു സംഭവം കാണിക്കാൻ വേണ്ടി പോണത്. ഇവിടെ ഒരു അതിഥിയുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഏകദേശം 200 വർഷത്തിലോളം ആയുസുള്ള ആമകളുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഇവിടെ സീഷെൽസിൽ ഈ നാട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആമയുടെ ഏജ് എന്ന് പറയുന്നത് 194 വയസ്സ് എന്താണ്, ജോനതൻ അങ്ങനെ എന്താണ് ആമയുടെ പേര്. നിങ്ങളത് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അത് കാണാം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു പാട്ടുണ്ടല്ലോ, ആട്ടുതൊട്ടിൽ നിന്നെ കിടത്തി ഉറക്കിഞ്ഞല്ലേ, ആ പാട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ള് ഞാൻ നിൽക്കുന്ന സ്ഥലം ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ആമയും കാണാൻ പറ്റും. അല്ല, നായിക ആമയുടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ അതിഥിയെ കാണിച്ചു തരാം. ആ കുഞ്ഞൻ ആമയെ, അതായത് 200 വയസ്സിൽ മോളിൽ ജീവിക്കുന്ന ഒരു ആമ, അതിൻ്റെ ഏറ്റവും ചെറിയ ആമയെ ഞാൻ കാണിച്ചു തരാം. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടോളൂ. അവർ ഇതിനകത്താണ് ഇട്ടിരിക്കുന്നത്. തീരെ ചെറുതാണ് ആള്. ഇതാണ് ആള്. കയ്യിലൊന്നും ഇതിനൊന്നും എടുത്തുകൂടാ. കണ്ട, ഇതാണ് ആള്. അതായത് നല്ല വളർച്ച വരുന്ന വലിയ ആമയുടെ ഏറ്റവും ചെറിയ ആമയാണിത്, കുഞ്ഞ്. ഇത് കൈ കൊണ്ടെടുത്ത പ്രശ്നമാവുമെന്ന് അറിയില്ല ഗായ്സ്. തറ വെച്ച് നോക്കാം. തറ വെച്ച വേണ്ട, ഇതിനെ തിരിച്ച് ഇതിൽ തന്നെ വിടാം. ഇവിടെ തന്നെ ഇരിക്കട്ടെ ആള്. എൻ്റെ കൈയുടെ അത്ര കണ്ടല്ലോ, വലുപ്പം കണ്ടല്ലോ. മുട്ടനാമയുടെ വലുപ്പമാണിത്, അതിൻ്റെ ചെറുത്. വലുതായിട്ട് വളരുന്ന ഒരു ആമയുടെ ഇത്ര ചെറുത്, എൻ്റെ കൈയുടെ അത്രേ വലുപ്പമേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, ഇതാണ് പച്ചക്കറി കൃഷിയുടെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആ കുഞ്ഞൻ അതിഥിയെയും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. മറന്നു പോകരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.